രൂപെഴുതാൻ ഒന്ന് നടക്കാൻ പോയല്ലോ. എന്ത് കേട്ടാലും പറിച്ചു തിന്നോണം. കൊള്ള നിനക്ക്. അപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് സ്ലൊവേനിയയിലെ ഒരു കുഞ്ഞ് നാട്ടിൻ പുറത്തേക്കാണ് കേട്ടോ. അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത, എവിടെ നോക്കിയാലും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുഞ്ഞൊരു വില്ലേജ്. വിന്ററിൽ ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്ന ഈ സ്ഥലം സമ്മർ ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഈ ഭാഗത്ത് കരടികളെയും മാനിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാനിനെ ഞങ്ങൾ ഒരു തവണ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ഇതുപോലെയുള്ള കുഞ്ഞു ഗ്രാമങ്ങളിൽ നമുക്ക് ഒരുപാട് പശു വളർത്തുന്നതും അതുപോലെ കുതിര വളർത്തുന്നതൊക്കെ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പുല്ലുകളാണിതൊക്കെ. അവിടെ ഒരു കാറ്റിൽ ഫാമും അതിൻ്റെ അടുത്തായിട്ട് തന്നെ മിൽക്ക് പാസ്ചറൈസ് ചെയ്യുന്ന ഒരു പ്ലാന്റും ഉണ്ടായിരുന്നു. പശു പുല്ല് മേയുന്നൊരു കാഴ്ച ഇവിടെ അങ്ങനെ കാണാത്ത സ്ഥിതിക്ക് അടുത്തൊരു ഇത്രയും വലിയ കാറ്റൽ ഫാം ഉള്ളതുകൊണ്ട് ഇവിടെ പശു ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ആൾതാമസം കുറഞ്ഞ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ കൂടുതലും സ്ലാവിക്കുകളും അവർ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചു വരുന്നവരും ആയിരിക്കും. അങ്ങനെ കുറച്ചു നേരത്തെ എൻ്റെ അന്വേഷണത്തിന് ശേഷം ഞാൻ അവിടെയുള്ള പശുക്കളെ കണ്ടുപിടിച്ചു. സത്യത്തിൽ നമ്മളെയൊക്കെ ക്യൂരിയസ് ആയിരുന്നു നമ്മളെ കണ്ട ഈ പശുക്കൾക്ക്. അവർ സ്ഥിരം കാണുന്ന ടൈപ്പ് ഓഫ് ആളുകളല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ നമ്മളെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നല്ല വൃത്തിയും ആരോഗ്യമുള്ള നല്ല സുന്ദരി പശുക്കൾ. ഇവരുടെ വിൻ്റർ ഫുള്ള് ഫാമിനകത്തായതുകൊണ്ട് തന്നെ സമ്മറിൽ ഇവർക്ക് ശരിക്കും വെക്കേഷൻ ടൈം ആയിരിക്കും. ഈ പശുക്കിടാവ് എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തോട്ട് വന്നതായിരുന്നു. എർത്ത് ലൈൻ ഉള്ളതുകൊണ്ട് പിന്നെ പുള്ളിക്കാരെ അവിടെ നിന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മോസ്റ്റായിട്ട് നമ്മൾ വീടിനോട് ചേർന്നൊരു ബാർ സെറ്റപ്പ് കാണാറുണ്ട്. ആ കാണുന്നത് ഒരു ബാറാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്തേക്ക് നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ക്യൂരിയോസിറ്റി മൂത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും പൊട്ടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പെയർ കൈ വെക്കുന്നത് നല്ലതാണ് കേട്ടോ, ഇൻ കേസ് ഓഫ് എനി ഹോസ്പിറ്റൽ എമർജൻസി.